ഞാൻ ഏറെ ആദരിക്കുന്ന യുക്തിവാദിയാണ് പ്രൊഫസർ രവിചന്ദ്രൻ. അദ്ദേഹം പറയുന്ന ചില കാര്യങ്ങൾ വളരെ വസ്തുതാപരവും സത്യസന്ധവുമാണെന്ന് തോന്നിയിട്ടുമുണ്ട്. എന്ന് കരുതി അത് നമ്മുടെ വിശ്വാസത്തെയോ നമ്മുടെ കാഴ്ചപ്പാടിനെയോ മാറ്റിമറിക്കുന്നു എന്ന അർത്ഥവുമില്ല. കാരണം കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. പ്രത്യേകിച്ച് ക്രിസ്തു തന്നെ പറഞ്ഞിട്ടുണ്ട്, എല്ലാ ഭാഗത്തു നിന്നും വാതിലുകൾ തുറന്നിടുക, സത്യം എവിടെ നിന്ന് വന്നാലും നമ്മളത് സ്വീകരിക്കുക. അപ്പോൾ സത്യമാണ് പ്രധാനപ്പെട്ട കാര്യം. സത്യമല്ലാത്ത കാര്യങ്ങൾ നമ്മൾ സ്വീകരിക്കേണ്ടതുമില്ല. അപ്പോൾ ഇവിടെ ഇപ്പം ഇദ്ദേഹത്തെ പറ്റി പറയാനുള്ള കാരണം ഇതൊന്നുമല്ല. ഇദ്ദേഹം കഴിഞ്ഞ ദിവസം ഈ ക്രിസ്തുവിൻ്റെ ഗിരിപ്രഭാഷണം, മലയിലെ പ്രഭാഷണം, അത് സംബന്ധിച്ചൊരു ഒരു ക്രിട്ടിക്, അത് സംബന്ധിച്ചൊരു ഒരു അനാലിസിസ് നടത്തിയിരുന്നു. അപ്പോൾ അത് കണ്ടപ്പോഴത്തേക്ക് കരഞ്ഞുപോയി. വാസ്തവം പറഞ്ഞാൽ അത് ഈ പ്രൊഫസർ രവിചന്ദ്രനെ പോലെ ഒരാളിൽ നിന്ന് തീരെ പ്രതീക്ഷിച്ചില്ല. അത് വിമർശനങ്ങൾ ഇപ്പോൾ ക്രിസ്തു മതത്തെയോ ക്രിസ്തുവിനെയോ ക്രിസ്തുവിൻ്റെ ആദർശങ്ങളെയോ ഒക്കെ വിമർശിക്കുന്നതിൽ നമുക്ക് യാതൊരു വിഷമതകളും നമ്മൾക്ക് തോന്നാറില്ല ക്രിസ്ത്യാനികൾക്ക്. കാരണം പ്രധാനപ്പെട്ട കാര്യം വിമർശനങ്ങൾക്ക് അതീതമാണ് നമ്മുടെ വിശ്വാസം. എന്ന് മാത്രമല്ല, ഈ വിമർശനങ്ങൾ വരുമ്പോൾ ആ വിമർശനങ്ങൾ കൂടി ഉൾക്കൊണ്ട് നമ്മുടെ വിശ്വാസം കൂടുതൽ ശക്തമാകുന്നു. അങ്ങനെയാണ് സംഭവിക്കാറുള്ളത്. അപ്പോൾ ആ വിമർശനത്തെ ഒരിക്കലും നമ്മൾ അസഹിഷ്ണുതയോട് കണ്ടിട്ടില്ല എന്നുള്ളതാണ് സത്യമായിട്ടുള്ളൊരു കാര്യം. അപ്പോൾ ഇദ്ദേഹം പറഞ്ഞ പല കാര്യങ്ങൾ ഇതിൽ എനിക്ക് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഇദ്ദേഹം എന്തോ ഇംഗ്ലീഷ് പ്രൊഫസറോ മറ്റോ ആണ്. അതുകൊണ്ടായിരിക്കാം ഇദ്ദേഹം ഒരു ഇംഗ്ലീഷ് ബൈബിളാണ് ഉപയോഗിച്ചത്. ഇംഗ്ലീഷ് ബൈബിൾ എടുത്തിട്ട് അതിൻ്റെ ഓരോ ചാപ്റ്റർ ഇങ്ങനെ മറിച്ചാണ് അദ്ദേഹം പറഞ്ഞത്. എന്തിനാ രവീന്ദ്രൻ സാറേ മലയാളത്തിൽ നല്ല ഒന്നാന്തരം പരിഭാഷകളുണ്ടല്ലോ. ബൈബിളിൻ്റെ ഓരോ സഭക്കാരും ഉപയോഗിക്കുന്ന വലിയ വ്യത്യാസങ്ങളൊന്നുമില്ല. നല്ല മലയാള ഭാഷയിൽ ഒന്നാന്തരമായിട്ടുള്ള ബൈബിൾ കിട്ടാനുണ്ട്. പിന്നെ എന്തിനാ ഇംഗ്ലീഷിന് പോയത്? അപ്പോൾ അത്ര ബുദ്ധിമുട്ടേണ്ടതില്ലായിരുന്നു. കാര്യങ്ങൾ വളരെ സുതാര്യമായിട്ട് ഈസിയായിട്ട് പറയാമായിരുന്നു. അപ്പോൾ അതുതന്നെ എനിക്ക് ഒരു അലോസരമുണ്ടാക്കിയ ഒരു കാര്യമാണ്. അപ്പോൾ ആ ഇംഗ്ലീഷ് പറഞ്ഞിട്ടത് മലയാളത്തിൽ പറയാനായിട്ടുള്ള ബുദ്ധിമുട്ട് വല്ല കാര്യമുണ്ടോ? നല്ല ഒന്നാന്തരം മലയാളം നമുക്ക് പരിഭാഷയെ പേടിയില്ല. ഇപ്പം ഈ ഖുറാനുമൊക്കെ മറ്റു ഭാഷകളിൽ പരിഭാഷപ്പെടുത്തുമ്പോഴാണ് പ്രശ്നമെന്നാണ് പറയുന്നത്. ഇസ്ലാമിനെതിരെ വിമർശനം വരുന്നതും ഇസ്ലാമിനെ പറ്റി ആളുകൾ കൂടുതൽ അറിയുന്നതും അതുകൊണ്ടാണെന്നാണ് പറയുന്നത്. ഇപ്പം ക്രിസ്തുമതത്തെപ്പറ്റി അങ്ങനെ ഒരു പ്രശ്നമില്ല. ക്രിസ്തുമതം വളർന്നു തന്നെ ഈ ബൈബിൾ എല്ലാ ഭാഷകളിലേക്കും പരിഭാഷ ചെയ്തുകൊണ്ടാണ്. അത് ജനങ്ങൾ വായിക്കുകയും പഠിക്കുകയൊക്കെ ചെയ്തുകൊണ്ടാണ്. ഒരു കാലത്ത് അങ്ങനെയല്ലായിരുന്നു. ഒരു കാലത്ത് വൈദികർക്ക് മാത്രമേ ബൈബിൾ വായിക്കാൻ പാടുള്ളൂ എന്നുള്ളൊരു സ്ഥിതി ഉണ്ടായിരുന്നു. അതും ഞാൻ മറക്കുന്നില്ല. അപ്പോൾ എങ്ങനെയായിരുന്നാലും ഈ ഗിരിപ്രഭാഷണത്തെപ്പറ്റി മഹാത്മാഗാന്ധി അടക്കമുള്ളവരൊക്കെ വലിയ അഭിപ്രായമാണ് പറഞ്ഞിരിക്കുന്നത്. അവരുടെ എല്ലാം ജീവിതത്തെ ഏറ്റവും അധികം സ്വാധീനിച്ച കാര്യമാണ് അത്. രവിചന്ദ്രനും പറയുന്നുണ്ട്. അപ്പോൾ അദ്ദേഹം പറയുന്ന പല വിശദീകരണങ്ങളും കേട്ടിട്ട് ഇങ്ങനെയാണോ പറയേണ്ടത്? അപ്പോൾ ആഴത്തിലുള്ളൊരു വിശദീകരണം പറയാൻ കഴിയില്ലെങ്കിൽ എന്തിനാണ് ഇങ്ങനെ പറയുന്നത്? ഇപ്പം ഞാൻ ഓർക്കുന്നുണ്ട്, എൻ്റെ ചെറുപ്പത്തിൽ എൻ്റെ അയൽപക്കത്തൊരു കുടുംബക്കാർ അവർ പറയുമായിരുന്നു, നമ്മുടെ പ്രാർത്ഥന ഈ ആകാശത്തെ ഈ സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണം എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? അപ്പോൾ നമ്മളെങ്ങനെ കപ്പയിട്ട് തിന്നും? ഈ സ്വർഗം പോലെ ഭൂമി ആയിക്കഴിഞ്ഞാൽ നമ്മൾ എവിടെ കൊണ്ടുപോയി കപ്പയിടും എന്ന് പറയുന്ന പോലുള്ളൊരു ന്യായമാണ് അദ്ദേഹം ഉന്നയിച്ച പല കാര്യങ്ങളും. അപ്പം ഈ ഒരു ചെകിടത്തടിച്ചാൽ വേറൊരു ചെകിടൂടെ കാണിച്ചു കൊടുക്കണമെന്ന് പറഞ്ഞതിനെപ്പറ്റി നല്ല വിശദീകരണം പറഞ്ഞാണ്. ഒരു ചെകിടത്തടിക്കുമ്പോൾ നമ്മുടെ തലയങ്ങ് ചെരിഞ്ഞു പോകും. അപ്പം മറ്റേ ചെകിടത്തൂടെ അടിക്കുമ്പോൾ തല നേരെയായി കിട്ടും. അപ്പോൾ അത് നമ്മുടെ ആ ഫ്ലൂയിഡെല്ലാം പൂർവ്വസ്ഥിതിയിൽ വരും. എന്തൊരു വ്യാഖ്യാനമാണത്. അതുപോലെ തന്നെ ആകാശത്തിലെ പറവുകളെ നോക്കുവിൻ, അവ വിതയ്ക്കുന്നില്ല കൊയ്യുന്നില്ല എന്ന് പറഞ്ഞ് വളരെ മനോഹരമായൊരു ഒരു ഉപദേശമായിട്ടാണ് ലോകമെങ്ങും അത് കരുതുന്നത്. അതിന് അദ്ദേഹം പറയുന്ന വിശദീകരണം, ഈ അങ്ങനെ ആകാശത്തിലെ പറവലെ പോലെ നമ്മൾ ഒന്നും വിതയ്ക്കുകയും കൊയ്യുകയും ഒക്കെ ചെയ്യാതിരുന്നാൽ എന്തായി തരും നമ്മുടെയൊക്കെ സ്ഥിതി? നമ്മൾ പ്ലാനിങ് ഇല്ലാതെയും ഒക്കെ മുന്നോട്ട് പോയാൽ എങ്ങനെയായി തീരും സ്ഥിതി? അതിനെപ്പറ്റി നമ്മൾ പറയുന്ന വിശദീകരണം എന്താണ്? നിങ്ങൾ ആവശ്യമില്ലാതെ ആകുലപ്പെടുകയും വിഷമിക്കുകയൊന്നും ചെയ്യേണ്ടതില്ല. ദൈവം തമ്പുരാൻ നമ്മളെ സഹായിക്കാനുണ്ടാവും. താൻ പാതി ദൈവം പാതി എന്നാണല്ലോ പറയുന്നത്. അതുപോലെ ഓരോതരം പറയുന്നതിന് ഒരർത്ഥമില്ലാത്ത മറുപടികൾ കണ്ടു. അതല്ല നമ്മൾ ഉദ്ദേശിക്കുന്നത്, നമ്മൾ ആഗ്രഹിക്കുന്നത്. അദ്ദേഹം കാര്യപ്പെട്ട കാര്യങ്ങൾ പറയട്ടെ, കാര്യപ്പെട്ട വിമർശനങ്ങൾ പറയട്ടെ. ഇപ്പം അദ്ദേഹത്തിന് നല്ല നല്ല കാര്യങ്ങൾ പറയാനുണ്ട്. യേശു ജീവിച്ചിരുന്നോ? അങ്ങനെ ഒരു വ്യക്തി ഉണ്ടായിരുന്നോ? ഇങ്ങനെയൊക്കെയുള്ള ഗഹനമായ കാര്യങ്ങൾ പറയട്ടെ. അല്ലാതെ ഈ ഉപദേശങ്ങളെ പറ്റിയുള്ള ഇങ്ങനെയുള്ള പരാമർശങ്ങൾ അത് അദ്ദേഹത്തിൻ്റെ തന്നെ ഒരു വില കുറച്ചതുപോലെ എനിക്ക് തോന്നി. അത് പ്രധാനമായിട്ടും അദ്ദേഹം നോക്കുന്നതും ക്രിസ്ത്യാനികൾ നോക്കുന്നതും രണ്ട് രീതിയിലാണെന്ന് തോന്നുന്നു. ക്രിസ്ത്യാനികൾ നോക്കുന്നത് ക്രിസ്തു നൽകിയത്, ദൈവം നൽകിയ ഉപദേശം എന്ന നിലയിലാണ് നോക്കുന്നത്. രവീന്ദ്രൻ നോക്കുമ്പോൾ ഇത് ചുമ്മാ വെറുതെ ഒരു പുസ്തകം, അതിലെ കുറേ വാചകങ്ങൾ എന്ന രീതിയിലായിരിക്കും നോക്കുന്നത്. അപ്പോൾ അത് ആ നോക്കുന്നതിൽ തന്നെ വ്യത്യാസമുണ്ട്. അപ്പം നമ്മൾ ഈ കുരങ്ങ് കണ്ണാടിയിൽ നോക്കിയാൽ കുരങ്ങിനെ കാണത്തുള്ളൂ എന്ന് ഒരു ചൊല്ലു തന്നെ ഉണ്ടല്ലോ. എന്ന് പറയുന്ന പോലെ ആരെങ്ങനെ നോക്കുന്നു അതനുസരിച്ചിരിക്കും അതിൻ്റെ മറുപടിയും കിട്ടുന്നത്. അപ്പോൾ വിശ്വാസി നോക്കുമ്പോൾ വേറൊന്നായിരിക്കും കാണുന്നത്,
വിശ്വാസമില്ലാത്ത ആൾ നോക്കുമ്പോൾ വേറൊന്നായിരിക്കും കാണുന്നത്. അപ്പോൾ അത് തമ്മിൽ വലിയ വ്യത്യാസങ്ങളുണ്ട്. അപ്പം അത് മനസ്സിലാക്കണം. എന്തായാലും അദ്ദേഹത്തോടുള്ള എൻ്റെ ഒരു മതിപ്പ് കുറഞ്ഞതിൻ്റെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. മറ്റു കാര്യങ്ങളിൽ അദ്ദേഹം പറയുന്ന പല കാര്യങ്ങളും എനിക്ക് വളരെ അനുഭവമാണ് തോന്നിയിട്ടുള്ളത്. ഈ കടുത്ത മതഭ്രാന്തൊന്നും എനിക്കില്ലാത്തതുകൊണ്ട് അദ്ദേഹം പറയുന്ന പല കാര്യങ്ങളും അംഗീകരിക്കാവുന്ന കാര്യങ്ങളൊക്കെ തീർച്ചയായിട്ടും അംഗീകരിക്കുക തന്നെ ചെയ്യുന്നു. പക്ഷേ ഇത് കുറച്ചുകൂടെ ആഴത്തിൽ വേണമായിരുന്നു. കുറഞ്ഞ പക്ഷം ഒരു മലയാളം ബൈബിളെങ്കിലും ഉപയോഗിക്കേണ്ടതായിരുന്നു എന്നെനിക്ക് തോന്നുന്നു.